നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോര് കൂടുതൽ ശക്തമാവുകയാണ്. ആരോപണങ്ങളും വിവാദങ്ങളും ഒരു ഭാഗത്ത് നിറയുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളിലും വിവാദമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രമാത്രം ശ്രദ്ധാകേന്ദ്രമാവുകയാണ് രാഷ്ട്രീയമായി നിലമ്പൂർ എന്ന നിയോജക മണ്ഡലം. പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും നിലമ്പൂർ ഇനി സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. നിലമ്പൂർ നഗരസഭയിലെ ഇടത് കൗൺസിലർ PV അൻവറിനൊപ്പം ചേർന്നത് ഇത്തരമൊരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. ഇതിനിടെ പ്രചാരണത്തിന് ധനസഹായം അഭ്യർത്ഥിച്ച് PV അൻവർ രംഗത്തെത്തിയതും ഇന്നത്തെ രസക്കാഴ്ചയായി മാറി. എന്താണ് നിലമ്പൂർ വൈബ് നിലവിലെന്ന് വിശദമായി പരിശോധിക്കാം. നിലമ്പൂരിൽ നിന്ന് വിപിൻ C വിജയൻ തത്സമയം ചേരുകയാണ്. വിപിൻ, അപ്പോൾ നിലമ്പൂരിലെ ജനവിധിക്ക് ഇനി 13 നാൾ, 2 ആഴ്ച പോലും ഇല്ല. അപ്പോൾ എന്താണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകൾ? ഒപ്പം കീ ഫാക്ടറായി PV അൻവർ ഇപ്പോഴും കളത്തിലുണ്ട്. ഇന്ന് എവിടെയൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രചാരണം? ഇനിയുള്ള ദിവസങ്ങൾ ഓരോ മുന്നണിക്കും ഓരോ സ്ഥാനാർത്ഥിക്കും എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? പരസ്യ പ്രചാരണം ആരംഭിച്ചതോടുകൂടി ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂര് മാറിക്കഴിഞ്ഞു. അതിന്റെ ഒരു വീറും വാശിയും നമുക്കിവിടുത്തെ മുക്കിലും മൂലയിലും കാണാം. കാരണം ഓരോ സ്ഥലത്തും നേതാക്കൾ നേരിട്ടെത്തുന്നു, മന്ത്രിമാരെത്തുന്നു, പ്രമുഖമായിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥികളും എല്ലാവരും എത്തുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്ന് കാണാനുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇനി ഇപ്പോഴുണ്ടാവുന്ന ഒരു വിവാദ വിഷയങ്ങളാണ്. അതിൽ ബക്രീദ് ദിനത്തിന് സർക്കാരിന്റെ അവധിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ അതിൽ പ്രതികരണം നടത്തുന്നു. അങ്ങനെയാണ് അത് പോകുന്നത്. ഇന്നിപ്പോൾ എടക്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി. ഒപ്പം തന്നെ അവർ ആ ക്ഷേമ പെൻഷനിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ ക്ഷേമ പെൻഷൻ പരാമർശവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. UDF ആകട്ടെ മലപ്പുറം മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള മലപ്പുറം പരാമർശത്തിലാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. PV അൻവറാണ് തുടരെ ഓരോ ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ് വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ളൊരു കാരണം 52 കോടിയോളം രൂപയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. അത് പറയാനുള്ളൊരു കാരണം അദ്ദേഹം അതൊക്കെ ഭൂമി മാത്രമാണ്, ആ ഭൂമി വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത രീതിയിൽ എല്ലാം കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പിണറായിസത്തിനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം, അതുകൊണ്ടാണ് ഈ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളതാണ് അതിനൊരു കാരണമായി അദ്ദേഹം പറയുന്നത്. ഒപ്പം JDSന്റെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ഫ്രാൻസിസിനെ ഇന്ന് ഒപ്പം ചേർക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവറിനെ കഴിഞ്ഞിരിക്കുന്നു. NDA ആകട്ടെ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം ഇപ്പോൾ ശക്തമായി തന്നെ തുടർത്തിരിക്കുന്നു. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ വലിയ ആവേശത്തിലേക്ക് കടക്കും. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരും നിലമ്പൂരിലേക്ക് വരാനൊരുങ്ങുന്നു. ശരി, വിപിൻ C വിജയനാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നിലമ്പൂരിൽ നിന്നും തത്സമയം ചേർന്നത്.